നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ചിന്തയിൽ നിന്ന് നേരെ മറ്റൊന്നിലേക്ക്, ഒരു ആശങ്കയിൽ നിന്ന് അടുത്തതിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും എവിടെയെങ്കിലും വെച്ചുണ്ടായിട്ടുണ്ടാവും, അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ ഈ അടങ്ങാത്ത മനസ്സിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ ശക്തമായ ഒരു പുരാതന രൂപകത്തിന്റെ സഹായത്തോടെയാണ്. ശരിക്കും നമ്മുടെ മനസ്സിന് അതിൻ്റേതായ ഒരു മനസ്സുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അത് പഴയ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനുകളെക്കുറിച്ചോ ഒക്കെ ചിന്തിച്ചിങ്ങനെ അലഞ്ഞു തിരിയുന്നത്, അല്ലേ? നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് പകരം മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. ഇതിനെ പണ്ടുള്ളവരെങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നത് സ്വാമി ചിദ്ഭവാനന്ദരുടെ ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ അറിവ് നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തിലെ അസ്വസ്ഥമായ മനസ്സുകൾക്ക് പോലും വളരെ പ്രസക്തമാണ് എന്നതാണ്. അപ്പൊ നമുക്ക് ഈ രൂപകത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, അല്ലേ? ഈ പാഠം തുടങ്ങുന്നത് തന്നെ നിയന്ത്രണമില്ലാത്ത മനസ്സിനെ ഒരു കുരങ്ങനോട് ഉപമിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഒരു കുരങ്ങൻ? നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണീ കുരങ്ങുമനസ്സ്? നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരിടത്തും അടങ്ങിയിരിക്കാൻ അതിന് കഴിയില്ല. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്ന പോലെ നമ്മുടെ ചിന്തകളും ഒരു വിഷയത്തിൽ നിന്ന് വേറൊന്നിലേക്ക് ഒരു കാരണവുമില്ലാതെ ചാടിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ ഇതാണ് മനസ്സിന്റെ ഒരു ബേസിക് സ്വഭാവം. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല കേട്ടോ. വെറുമൊരു അടക്കമില്ലായ്മയിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല. ഈ രൂപകം കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ഈ കുരങ്ങൻ, അതായത് നമ്മുടെ മനസ്സ്, ഇതിലും വലിയ കുഴപ്പങ്ങളിലേക്ക് സ്വയം ചെന്ന് ചാടുകയാണ്. നമുക്ക് രൂപകത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് മനസ്സിന്റെ ഈ അടക്കമില്ലായ്മ കൂടുതൽ രൂക്ഷമാകുന്നത്. ഒരു പുതിയ ഘടകം ഈ കഥയിലേക്ക് വരുന്നു. പുതിയ ഘടകമാണ് ആഗ്രഹം. മൂലഗ്രന്ഥത്തിൽ ആസൈ എന്ന തമിഴ് വാക്കാണ് ഇതിനുപയോഗിച്ചിരിക്കുന്നത്. ഈ ആഗ്രഹത്തെ ഒരുതരം കള്ളിനോടാണ് ഉപമിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അടക്കമില്ലാത്ത ഒരു കുരങ്ങൻ ഈ കള്ളുകൂടി കുടിച്ചാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അതിന്റെ അവസാനത്തെ നിയന്ത്രണവും പോകും. അതുപോലെയാണ് ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ അസ്ഥിരമാക്കുന്നത്. ഇതിന്റെ ഫലമെന്താണ്? മനസ്സ് വെറിപിടിച്ച് തുള്ളാൻ തുടങ്ങുന്നു. ചിന്തകൾക്ക് ഒരു താളവും ക്രമവുമില്ലാതാവുന്നു. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അത് ഭ്രാന്തമായി ഓടുകയാണ്. ഇത് വെറുമൊരു അടക്കമില്ലായ്മയല്ല, ശരിക്കും ഒരുതരം ഉന്മാദാവസ്ഥയാണ്. ഇനി നമ്മൾ ഈ രൂപകത്തിലെ ഏറ്റവും വേദനയേറിയ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ വെറി പിടിച്ചാടുന്ന കുരങ്ങിന് മറ്റൊരു അപകടം കൂടി സംഭവിക്കുകയാണ്. ആ അപകടമാണ് അസൂയ, അല്ലെങ്കിൽ തമിഴിൽ പറയുന്ന പൊറാമൈ. ഇതിനെ ഒരു തേളിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആഗ്രഹമാകുന്ന കള്ളു കുടിച്ച് വെറി പിടിച്ചു നിൽക്കുന്ന ഒരു കുരങ്ങനെ ഒരു തേളുകൂടി കുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ അസ്വസ്ഥതയില്ലേ? അതുപോലെയാണ് അസൂയ നമ്മുടെ മനസ്സിനേൽപ്പിക്കുന്ന മുറിവ്. അത്രയ്ക്കും വേദനാജനകമാണ്. ഈയൊരു ഘട്ടത്തിലെത്തുമ്പോൾ മനസ്സനുഭവിക്കുന്ന വേദനയെ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതെന്നാണ്. അടക്കമില്ലായ്മയിൽ തുടങ്ങി ആഗ്രഹത്തിൽ മത്തനായി അവസാനം അസൂയയുടെ കുത്തേൽക്കുന്നതോടെ മനസ്സ് സഹിക്കാൻ പറ്റാത്ത ദുരിതത്തിലാകുന്നു. അപ്പോൾ നമുക്ക് ഈ 3 ഘട്ടങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, മനസ്സ് ഒരു കുരങ്ങിനെ പോലെ സ്വാഭാവികമായും അടക്കമില്ലാത്തതാണ്. സ്റ്റെപ്പ് 2, അത് ആഗ്രഹമാകുന്ന കള്ളുകുടിക്കുമ്പോൾ വെറി പിടിച്ച് ഒരുതരം ഉന്മാദാവസ്ഥയിലാകുന്നു. സ്റ്റെപ്പ് 3, ഇതിനിടയിൽ അസൂയയാകുന്ന തേൾ കൂടി കുത്തുമ്പോൾ വേദന സഹിക്കാൻ പറ്റാത്തതാകുന്നു. ഈയൊരു ദുരിതചക്രം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും എവിടെയൊക്കെയോ പരിചിതമായിരിക്കും, അല്ലേ? ഈയൊരു ഭയാനകമായ ചിത്രം വിവരിക്കുന്നത് നമ്മളെ നിരാശരാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനാണ്. ആ പരിഹാരമാണ് ഈ കുരങ്ങനെ മെരുക്കുക എന്നത്. മനസ്സിന്റെ ഈ ദുരിതാവസ്ഥയെക്കുറിച്ച് ഇത്ര വ്യക്തമായി വിവരിക്കുന്നത് നമ്മളെ പേടിപ്പിക്കാനല്ല, നേരെ മറിച്ച് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. മനസ്സിനെ നിയന്ത്രിച്ച് സമാധാനം കണ്ടെത്താനുള്ള ഒരു ആഹ്വാനം കൂടിയാണിത്. അവസാനം തായുമാനവർ എന്ന മഹാന്റെ ഈ ചോദ്യത്തോടെ നമുക്ക് നിർത്താം. ഇതിന്റെ അർത്ഥം ഏകദേശം ഇങ്ങനെയാണ്: മനസ്സാകുന്ന ഈ കുരങ്ങിനെ ഒരു മായയാക്കി മാറ്റാതെ എന്നെ ഭരിക്കാൻ കഴിവുള്ള ഗുരുവിന്റെ പാദങ്ങളിൽ ഞാൻ എന്ന് എത്തിച്ചേരും. സ്വന്തം മനസ്സിനെ കീഴടക്കി ശാന്തത നേടാനായി ഒരു വഴികാട്ടിയെ തേടിയുള്ള ഈ ചോദ്യം ഒരുപക്ഷെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നായിരിക്കാം.